സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏൽക്കുകയില്ല, അത്രയും പവറുള്ള ദുആ ആണെന്നാണ്. നമുക്കിടയിൽ എന്തുകൊണ്ടാണ് ഡൈവേഴ്സുകൾ പെരുകുന്നത്? വിവാഹമോചനം കുട്ടിക്കളിയാണ്. 6 മാസം നിക്കാഹ് കഴിഞ്ഞിട്ടിട്ട് ഇങ്ങനെ പോയതാണ്. 6 മാസം ആയിട്ടേ ഉള്ളൂ. ഇപ്പൊ എത്ര ആത്മഹത്യകളാണ്. കഴിഞ്ഞ ദിവസം കേരളത്തിൽ തന്നെ വലിയ തോതിൽ ചർച്ചയായ ആത്മഹത്യ എന്താണ്? കല്യാണം കഴിഞ്ഞപ്പോൾ ഭർത്താവ് പറയാണത്രേ, ഞാൻ നിന്റെ ഫോട്ടോ കണ്ടപ്പോ നീ വെളുത്തതാണെന്നാണ് കരുതിയത്, പക്ഷേ നീ വേണ്ടത്ര നിറല്ല എന്ന് പറഞ്ഞിട്ട് ബോഡി ഷെയ്മിങ് നടത്തി കുട്ടിയെ മാനസികമായി തളർത്തി. ഒടുവിൽ ആ കുട്ടി ആത്മഹത്യക്ക് വിധേയരാകുന്നു. മലപ്പുറം ജില്ലയിൽ എത്രയെത്ര സംഭവങ്ങളാണ് ഇങ്ങനെ നടക്കുന്നത്. ഈ റീൽ ലൈഫുകൾ, വ്ളോഗ് ലൈഫുകൾ നമ്മുടെ സമൂഹത്തെ, നമ്മുടെ സ്ത്രീകളെ, നമ്മുടെ പുരുഷന്മാരെ ഏത് സങ്കല്പത്തിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് വിചാരപ്പെടാതിരിക്കാൻ നിർവാഹമില്ല. റീൽ ഇങ്ങനെ കാണുന്നു. റീൽ ലൈഫും റിയൽ ലൈഫും തമ്മിലുള്ള വ്യത്യാസത്തെ ഈ തലമുറ തിരിച്ചറിയുന്നില്ല. വ്ളോഗ് ചെയ്യുന്നവർക്ക് അതിന്റെ വ്യൂവർഷിപ്പ് അനുസരിച്ചുകൊണ്ട് പണം കിട്ടും. അതിൽ അഡ്വർടൈസ്മെന്റ് വന്നാൽ നമ്മളൊക്കെ കാണുന്നത് അവര് പണമാക്കി അവര് ജീവിതം അടിച്ചു പൊളിക്കും. എങ്ങനെ? അവർ എത്രയെത്ര ആളുകളാണ് ഈ വ്ളോഗ് ലൈഫിൽ തന്നെയുള്ളവർ വിവാഹമോചിതരായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതാണ് യഥാർത്ഥ ജീവിതമെന്ന് കരുതുന്ന, മിഥ്യാലോകത്ത് സങ്കല്പമായി നടക്കുന്ന ചെറുപ്പക്കാരികൾ, ആഖിറത്തെ ഭയപ്പെടുന്ന ചെറുപ്പക്കാരനെയല്ല അന്വേഷിക്കുന്നത്. പബ്ലിക്കിൽ എന്തെങ്കിലും കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്ന ചെറുപ്പക്കാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമായ ഒരു ബന്ധം തുടങ്ങുന്ന സന്ദർഭത്തിൽ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പാഠങ്ങളെ ജീവിതത്തിലേക്ക് ചേർത്തു വെച്ചുകൊണ്ട് മുന്നേറേണ്ട നല്ല കാലത്ത് കല്യാണത്തിന്റെ മുഹൂർത്തങ്ങളില്ല, കല്യാണ ചടങ്ങുകളിൽ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്? ചെറുപ്പക്കാർ വേഷം കെട്ടുകളാണ്. എത്ര മനോഹരമായി പുതിയാപ്പിള ഇറങ്ങേണ്ട സുഖകരമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇവന്റെ വേഷം കെട്ടെന്താണ്? നാടൻ വേഷം കെട്ട്. ഏതെങ്കിലും കോലം കെട്ടിയിട്ട് അതിന്റെ കൂട്ടത്തിൽ ചാടിക്കളിച്ച് ആടിത്തുള്ളി ഒച്ചപ്പാടുണ്ടാക്കി പടക്കം പൊട്ടിച്ച് ആർഭാടമായി. ആരെ ബോധ്യപ്പെടുത്താനാണിത്? ഇത് കാണുന്നവർക്ക് തന്നെ ഒരു അരോചകമാണ്. ചില വീഡിയോകളും ചില ദൃശ്യങ്ങളുമെല്ലാം കാണുമ്പോൾ അതിൽ പ്രകടിപ്പിക്കുന്ന പെണ്ണിനെ എത്ര ലജ്ജാവതിയായിക്കൊണ്ടാണ് അവർ നിൽക്കുന്നത്. സമൂഹത്തിന്റെ മുന്നിൽ ഇളിഭ്യരാകുന്നിടത്ത് നമ്മുടെ ജനറേഷനാണ് ഏറ്റവും കൂടുതൽ, നമ്മുടെ സമുദായമാണ് ഏറ്റവും കൂടുതൽ മുന്നിലുള്ളത് എന്നുള്ളത് ഏറെ ദുഃഖിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. എന്റെ ചെറുപ്പക്കാര് ശ്രദ്ധിക്കണം. നമ്മുടെ നല്ല വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാം ഗൗരവത്തിലെടുക്കണം. ഇത് ശാശ്വതമായ ബന്ധമാകണം. നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ കോടതിയിൽ നമുക്ക് സഹായകമാകുന്ന ഇണയാകണം എന്ന ബോധ്യം വേണം. ആരെങ്കിലും അനധികൃതമായി ഇസ്ലാം അനുവദിക്കപ്പെടാത്ത രൂപത്തിലാണ് ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതെങ്കിൽ അത് ഹറാമായ തുടക്കമാണ്. ആ ഹറാമായ തുടക്കം അത് ഖൈറിൽ പരിസമാപ്തി ഉണ്ടാകില്ല. അതിന്റെ സമാപനവും ഹറാമിലാണ് ഉണ്ടാവുക. അല്ലാഹുവിന് പൊരുത്തപ്പെടാത്ത ജീവിതം അരുത്. വിവാഹം ചെയ്യുന്ന പെണ്ണിനെ നിക്കാഹ് ചെയ്യാതെ ഫോൺ വിളി വേണ്ട, കൂട്ടിക്കൊണ്ടുപോകൽ വേണ്ട. സേവ് ദി ഡേറ്റ് എന്ന പേരിൽ നടക്കുന്ന പേക്കൂത്തുകളുണ്ട്. കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടാകില്ല, പെണ്ണിന്റെ നിശ്ചയത്തിന്റെ ദിവസം തീരുമാനിക്കാണ്. അതിന് തന്നെ ധാരാളം ആളുകൾ വരുന്നു. എന്തൊക്കെ വിലപിടിപ്പുള്ള ആർഭാടമുള്ള സാധനങ്ങൾ വാങ്ങി കാട്ടിക്കൂട്ടലായി കുടുംബത്തിലെ ഓരോരുത്തരും വലിയ വലിയ കൊട്ടകളും പെട്ടികളും തലയിൽ വെച്ച് പേക്കൂത്തുകളും കോപ്രായങ്ങളും കാട്ടിക്കൂട്ടി പെണ്ണിനെ കാണാൻ വേണ്ടി നിശ്ചയത്തിന്റെ സന്ദർഭത്തിൽ വരുന്നു. ആണും പെണ്ണും തമ്മിൽ ഫോട്ടോഷൂട്ട് നടക്കുന്നു. കല്യാണം കഴിഞ്ഞിട്ടില്ല, നിക്കാഹ് കഴിഞ്ഞിട്ടില്ല, ഹലാലാവൂല. നിശ്ചയത്തിന്റെ അന്ന് തന്നെ കുടുംബക്കാർ വന്നിട്ടൊരു മൊബൈൽ ഫോൺ കൊടുക്കും. ആ മൊബൈൽ ഫോൺ കൊടുത്താൽ നിശ്ചയം കഴിഞ്ഞതോടുകൂടി കല്യാണമായി എന്നാണ് ചിലരുടെ ധാരണ. അങ്ങനെ മൊബൈൽ ഫോൺ കൊടുക്കണമെങ്കിൽ നിക്കാഹ് പെട്ടെന്ന് കഴിച്ചോളൂ, കുഴപ്പമില്ല.
നിശ്ചയം എന്നുള്ളത് നമുക്ക് ബന്ധം സ്ഥാപിക്കാനുള്ള ഒരു ഉപാധിയല്ല. നമുക്ക് കാണാനും പറ്റുന്ന ബന്ധമാണോ എന്ന് അന്വേഷിക്കാനുമുള്ള വഴിയാണ് നിശ്ചയം എന്നുള്ളത്. അത് തന്നെ പല ആർഭാടങ്ങളായി, അത് തന്നെ ചടങ്ങുകളായി, കാട്ടിക്കൂട്ടലുകളായി മാറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതാ മിമ്പറിൽ നിന്ന് അവിടുന്ന് പറയുകയാണ്, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നക്കും തഖറഊന ആയതൻ വതഹ്മിലൂനഹാ അലാ ഗൈരി മഹ്മലിഹിമാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാ, നിങ്ങൾ ആയത്തോതും ദീനിയായ കാര്യങ്ങൾ ചെയ്യും. ഞാൻ ഇവിടെ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് മാഇദ, സൂറത്തുൽ മാഇദയിലെ 78, 79 ആയത്തുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലുഇനല്ലദീന കഫറൂ മിൻ ബനി ഇസ്രായീൽ അലാ ലിസാനി ദാവൂദ വ ഈസ ഇബ്നു മറിയം.